ബിൽഡിംഗ് ഇന്ത്യസ് നമ്പർ 1 പ്രീമിയം ഫ്രൂട്ട് ബ്രാൻഡ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മാംഗോ തപ്പി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. വേറെ ചൂസ് ചെയ്യാൻ ഫസ്റ്റ് പ്ലേസിന് നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അത് രത്നഗിരി തന്നെ, അൽഫോൺസ മാംഗോ കിട്ടുന്ന GI ടാഗുള്ള രത്നഗിരി, മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്ന രത്നഗിരി. അപ്പോൾ ഇതിലും നല്ലൊരു ഓപ്ഷൻ മാംഗോസിൽ നമുക്കൊരു ഫസ്റ്റ് ചോയ്സായിട്ട് വേറെ ഒന്നും ഇല്ല. ഇത് രത്നഗിരി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ പണി കഴിഞ്ഞിട്ട് അധികം നാളായില്ലെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടതിൽ വെച്ചൊരു നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടുന്നൊരു ഫുഡും കഴിച്ച് അധികം ലേറ്റ് ആവാണ്ട് സ്റ്റേ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ച്, അപ്പോൾ ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം ദിവസം ഒരു 3-4 ദിവസം നിൽക്കേണ്ടതാണ്. അപ്പം ഡോർമെട്രി തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഇതൊരു രത്നഗിരിയിലെ, അതായത് രത്നഗിരി ജില്ലയിലെ രത്നഗിരി സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇനി ഇതിന് ചുറ്റും റൂറൽ ഏരിയാസ് ഉണ്ട് രത്നഗിരിയുടെ. അപ്പോൾ അവിടെയെല്ലാം നമുക്കൊന്ന് പോകണം. ആദ്യം രത്നഗിരി സിറ്റിയിൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയണം. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം കുറേ ഷോപ്പുകളൊക്കെ കാണാം. അപ്പം നമുക്ക് അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പം ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. 2-3 ദിവസം എന്തായാലും ഇവിടെ തന്നെയാവും. സോറി കേട്ടോ, ഇത് 3rd ഡേ ആണ്. ഇടയ്ക്ക് ഒന്ന് ഈ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അങ്ങ് വിട്ടുപോയി. ഞാൻ കുറച്ച് റീല് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് 2nd ഡേയിൽ. അപ്പം അത് കണ്ടാൽ മനസ്സിലാവും. വേറൊന്നുമില്ല, ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു ഫാർമർ 1-2 പേരെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയി. അതിൽ ഒരാളെ മോശമില്ലാത്തൊരു പ്രൈസും ക്വാളിറ്റിയിലും ഒക്കെ നമുക്ക് കിട്ടി. പിന്നെ 2nd ഡേയിൽ നമ്മൾ മാർക്കറ്റിലോട്ടാണ് ഡയറക്റ്റ് ഇറങ്ങിയത്. മാർക്കറ്റിൽ പല ഡീലേഴ്സ്, അതായത് ഇവിടെ പലതും ഫാം ഈ ടൈം ആകുമ്പം കോൺട്രാക്റ്റ് എടുത്ത് അത് ഹോൾസെയിലിൽ സെല് ചെയ്യുന്നവരാണ് ഇവിടുത്തെ മെയിൻ ട്രേഡേഴ്സ്. അപ്പം ഇന്നെന്തായാലും ഇന്നലെ മാർക്കറ്റിൽ ചെന്നപ്പം അവിടെ രാവിലെ ചെല്ലണം, അതാണ് റിയൽ ടൈമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയാൽ വല്ല കാര്യമുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കണം. ഈ ടൈമിൽ പോയ വേറെ ട്രേഡേഴ്സിന് വല്ലതും കാണുമെന്ന്. പിന്നെ നമുക്ക് പവാസ് എന്ന് പറയുന്ന ഒരു റൂറൽ ഏരിയയിലൂടെ പോകണം. ഈ 2 ദിവസം എന്തായാലും രത്നഗിരി സിറ്റിയിൽ തന്നെയായിരുന്നു. അപ്പോൾ പവാസിലൊന്ന് പോകണം, കാരണം അവിടെയാണ് കംപ്ലീറ്റ് ഫാമേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ മാർക്കറ്റിലോട്ട് പോയതിന് ശേഷം പവാസിലോട്ട് പോകാം. മാർക്കറ്റിലെ കണ്ടീഷനൊക്കെ എന്നറിയണമല്ലോ. ഇതാണ് രത്നഗിരി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് വേണം നമുക്ക് ബാക്കിയുള്ള ചെറിയ വില്ലേജിലോട്ടും കാര്യങ്ങളൊക്കെ പോകാൻ. പവാസിലോട്ടൊക്കെ മിക്കവാറും ഇവിടുന്ന് തന്നെ ബസ് കിട്ടും. ഞാൻ വില്ലേജും പോട്ടെ, നമ്മുടെ മാർക്കറ്റിലോട്ട് നല്ല അങ്ങ് നടക്കാമെന്ന് വെച്ചു. തൊട്ടടുത്താണ്. ഈ മെല്ലെ നമ്മുടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊക്കെ സ്പ്രൗട്ട്സൊക്കെയാണ്, മുളപ്പിച്ച് പയറും ബാക്കി ധാന്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ അൽഫോൺസ മാംഗോ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാംഗോസാണ്. ഒരു ഡസനായിട്ട് സെല്ല് ചെയ്യുള്ളൂ കേട്ടോ. ഡസൻ 12 പീസായിട്ടല്ലാണ്ട് ഒരു സെല്ല് ഇല്ല. മെല്ലെ മാർക്കറ്റൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. നല്ല തിരക്കിലോട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. അൽഫോൺസ മാംഗോയാണ്. ഇവിടെ ഒന്നും ഓപ്പണായിട്ടില്ല, എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അൽഫോൺസ മാംഗോയുടെ രത്നഗിരിയിലുള്ള ഹോൾസെയിൽ മാർക്കറ്റ്. ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. 8 മണിയായതേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള മാംഗോസാണ്. ഈ വലത്തെ സൈഡിലൊക്കെ കാണുന്ന ഷോപ്പിലേക്ക് ഇന്നലെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹോൾസെയിലേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും ഉണ്ട്. ഈ കാണുന്നത് റോ ആയിട്ടുള്ള മാംഗോസാണ്. ചെറിയ ഡീലേഴ്സിനെയും കാണാം, റീറ്റെയിലേഴ്സാണ്. ഇത് വന്നിട്ട് ഞാനൊരു ഹോൾസെയിലേഴ്സിനെ കണ്ടതാണ്. പക്ഷേ
ആ ക്വാളിറ്റി അത്ര മെച്ചമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവരവിടെ ലോക്കലി സെല്ല് ചെയ്യുന്നതാണ്. നമ്മുടെ അങ്ങോട്ട് നിന്നുള്ള ക്വാളിറ്റി കേരളത്തിലോട്ട് അയക്കുമ്പോൾ റോ ആയിട്ടുള്ള മാംഗോ ആണ്, ആ ഒരു ക്വാളിറ്റി ഇതിനില്ല. എന്തായാലും നമുക്ക് പവാസിലോട്ട് പോവാം. ഈ കാണുന്ന കോസ്റ്റൽ ഏരിയയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ സോയിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഇവിടുത്തെ മാംഗോസിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയപ്പെടുന്നത്. എന്തായാലും പവാസിലോട്ട് പോവാം. പവാസിലെ കാഴ്ചകൾ, ആ പോകുന്ന വഴിയിൽ ഈ ഒരു ജിയോഗ്രഫിക്കലി ഉള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ ലാൻഡാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത്യാവശ്യം ടെമ്പറേച്ചറുണ്ട്. മാംഗോസിന് വേണ്ടതും ആ ടെമ്പറേച്ചർ തന്നെയാണ്. പവാസിൻ്റെ ഈ ഒരു ഏരിയയിലോട്ട് കയറിയപ്പോൾ തൊട്ട് കംപ്ലീറ്റ് കുറച്ചും കൂടെ ഹില്ലി ഏരിയ ആണ്. പിന്നെ കംപ്ലീറ്റ്ലി എല്ലാ കുന്നും മലയും മാവ് കൊണ്ടും കശുമാവ് കൊണ്ടും നിറഞ്ഞേക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ തെങ്ങും റബ്ബറും ഒക്കെ ഉള്ള പോലെ ഇവർ കംപ്ലീറ്റ് കൊമേഴ്ഷ്യലായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു രത്നഗിരി, വേറെ ഉള്ള ഏരിയയിൽ അറിയില്ല, ഇവിടെ മാവും അതുപോലെ തന്നെ കശുമാവുമാണ് ഒരു 80%. വേറെ എവിടെയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല മാവ് കൃഷി ചെയ്യുന്നത്. പിന്നെ ചെറിയ പ്രായമുള്ള ട്രീസൊന്നുമല്ല, അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ട്രീസൊക്കെയാണ്. ഇതൊക്കെ ഒരു ഫാം പോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ട്രീസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നതാണെന്ന് തോന്നുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പ്രൂണൊക്കെ ചെയ്ത് ഷോർട്ടാക്കി അത്യാവശ്യം നിർത്തിയേക്കുന്ന ട്രീസൊക്കെയാണ്. നേരത്തെ നമ്മൾ കണ്ട പോലെ ഒരു ഇയേഴ്സ് ആയിട്ടുള്ളതാണോ അതുകൊണ്ടാണെന്നറിയില്ല, ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വേറൊരു ഫാമാണ്. കംപ്ലീറ്റ് വേലി, മറ്റേ മുൾക്കമ്പിയൊക്കെ വെച്ച് വേലിയൊക്കെ ഫെൻസൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫാമാണ്. കാക്ടസൊക്കെ വെച്ചിട്ടുണ്ട്, ആരും അതിക്രമിച്ച് കയറാതിരിക്കാനാണ്. എന്തായാലും ഇങ്ങനെ കയറിയാൽ അടിക്കും കിട്ടും. അതുകൊണ്ട് ചോദിച്ചും കണ്ടുമൊക്കെ ഏതെങ്കിലും ഓണേഴ്സിനെയൊക്കെ കണ്ട് ഏതെങ്കിലും ഒരു ഫാമിൽ കയറി അവിടുത്തെ വിഷ്വൽ നിങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അറിയില്ല. നല്ല ഇവിടുന്ന് ഒരു ചായയും കുടിച്ച് ഇവിടെയുള്ള ചായക്കടയിലെ ചേട്ടനോട് തന്നെ ചോദിച്ച് ഒരു ഫാർമറിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. രത്നഗിരി സിറ്റിയിൽ നമ്മൾ 2 ദിവസം അവിടെ ആയിരുന്നു. അത് ആ സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് അൽഫോൺസോയുടെ ട്രേഡാണ് നടക്കുന്നത്. ഒരു അർബൻ ഏരിയ ആണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത് പാവാസിലാണ്. പാവാസ് ഒരു റൂറൽ ഏരിയ ആണ്. ഇവിടെയാണ് കംപ്ലീറ്റ് അൽഫോൺസോ മാംഗോൻ്റെ രത്നഗിരിയിലെ ഫാമിങ് നടക്കുന്ന ഒരു മെയിൻ ലോക്കൽ ഏരിയ ആണിത്. എന്തായാലും നോക്കാം. ഇവിടെ എത്തി താഴെ നമ്മൾ നോക്കിയപ്പം കുറച്ച് പേര് ഒരു ഫാമറിൻ്റെ കോണ്ടാക്റ്റ് തന്നു. അറിയില്ല അത് നമുക്കത് പുള്ളി വിസിറ്റ് അലോഡ് ആണോ എന്നറിയില്ല, നോക്കാം എന്തായാലും. നമ്മളവരുടെ ഗോഡൗണിലെത്തി. ഇവിടെ വന്ന് മാംഗോസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടോളം പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ അങ്ങോട്ട് സാധനം വരുന്നത്. പ്രൊഡക്റ്റ് ക്വാളിറ്റി മോശമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് വേണ്ടത് റോ മാംഗോസാണ്. ഇത് വന്നിട്ടൊരു മീഡിയം സൈസാണ്. പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് നല്ലൊരു ഡീലറിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു ചെറിയ ഗോഡൗൺ സെറ്റപ്പാണ്. ഇവിടെ നിന്നാണ് ഇവർ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലായിടത്തോട്ടും അയക്കുന്നത്. ഈ ഒരു ബോക്സ് ഉണ്ടാണ്, വുഡൻ ബോക്സിലാണ് എല്ലായിടത്തോട്ടും സപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കച്ചി വെച്ചിട്ടുണ്ട്. ഈ കച്ചി വെച്ചിട്ടാണ് ഈ മാംഗോസ് റൈപ്പൻ ചെയ്യുന്നത് നാച്ചുറലി, അല്ലാണ്ട് വേറെ കാർബൈഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴിക്ക് തന്നെ പഴുക്കുന്ന രീതിയിലാണ്. എന്നാലും അവിടെ എത്തി ഒരു 3 days കൂടെ എടുക്കും പഴുക്കാൻ. ഇതാണ് നമ്മുടെ ഫാം.
മീൻസ് ഇത് വർഷങ്ങളായിട്ടുള്ള ട്രീസാണ് കംപ്ലീറ്റ്ലി. ഇത് കംപ്ലീറ്റ് ചുറ്റിനും ഏക്കർ കണക്കിന് അൽഫോൺസ മാംഗോ തന്നെയാണ്. എന്തൊക്കെ ജീവികളൊക്കെ പോകുന്നുണ്ടല്ലോ. കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കുരങ്ങന്മാർ കടിച്ചിട്ടിട്ടേക്കുന്ന മാങ്ങാസാണ്. പച്ചമാങ്ങ കടിച്ച് പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ കാണുന്ന ചെറിയ സൈസിലെ കുരങ്ങൊന്നുമല്ല. ഏതാ സാധനം എന്ന് എനിക്കറിയില്ല. മുഖത്തൊരു കറുത്ത ഈ കാണുന്നതാണ്. എനിക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇവനൊരു ചെറുതാണേ, പക്ഷേ ഈ അടുത്തൂടെ എല്ലാം നല്ല മുട്ട സൈസൊക്കെ ഉള്ളതുണ്ട്. എനിവേ ആണ്ട് പോന്നു. ഇത് നല്ല ഏജായിട്ടുള്ള ട്രീസാണ്. പുള്ളി ഏതൊരു ഇയർ പറഞ്ഞു, എനിക്ക് കറക്റ്റ് പിടിയിട്ടില്ല. കംപ്ലീറ്റ് സ്ലോപ്പാണ്. ഹില്ലി എന്ന് പറഞ്ഞാൽ നല്ല ഹില്ലി ആയിട്ടുള്ള ഏരിയയിൽ രണ്ട് സൈഡിലും ഈ മല മൊത്തം എനിക്ക് തോന്നുന്നു മാംഗോസ് തന്നെയാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് അൽഫോൺസ മാംഗോസും ആണ്. പിന്നെ ഈ പ്രാവശ്യം ഇവിടെ മാംഗോസ് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസും ഉണ്ട്. മാംഗോസ് ഹാർവസ്റ്റ് അല്ല, പ്രൊഡക്ഷൻ കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത്. ഫാമേഴ്സൊന്നും ഇല്ല കേട്ടോ ഇവിടെ, ചുറ്റിനൊന്നും ഇല്ല. ഒരു ഫ്ലോയ്ക്കങ്ങ് കയറിയതാ. പുള്ളി സീനില്ലെന്നാണ് പറഞ്ഞത്. നോക്കാം. The real Alfonso mango on the tree. നമ്മുടെ അൽഫോൺസ മാംഗോ ആണ്. കംപ്ലീറ്റ് അൽഫോൺസ, കംപ്ലീറ്റ് ട്രീസാണ്, ഐറ്റങ്ങൾ. നല്ല പച്ചമാങ്ങയൊക്കെ ഉണ്ട്, കഴിക്കണമെന്നുണ്ട്. പക്ഷെ എന്തായാലും വേണ്ട. അവർ ഒന്നുമില്ലെങ്കിലും ഫാമിൽ കയറാനായിട്ട് സമ്മതിച്ചു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും.